Welcome to Tasty Buds. അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പോകുന്ന ഒരു ക്യാബേജ് തോരനാണ്. ഇത് ബാച്ചിലേഴ്സിനും അതുപോലെ തന്നെ വീട്ടമ്മമാർക്കും ഒക്കെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നതാണ്. അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്: ഒരു ക്യാബേജിൻ്റെ പകുതിയല്ല, ഒരു കാൽ ഭാഗമേ ഉണ്ടാവുള്ളൂ. പിന്നെ 2 പച്ചമുളക്, വലിയ പച്ചമുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് എരിവ് കുറവാണ്, അത് കാരണം ഞാൻ 2 എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എരിവ് ആവശ്യത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. പിന്നെ ഉള്ളത് ചെറിയ ഉള്ളി ഒരു 4 അല്ലി എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ വലിയ ജീരകം. പിന്നെ തേങ്ങ ഒരു ചെറിയ പോർഷൻ, ഒരു പകുതി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് എങ്ങനെ തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. ഞാൻ എൻ്റെ ചോപ്പറിൽ വെച്ചിട്ടാണ് ഇത് കട്ട് ചെയ്യാൻ പോകുന്നത്. അത് കുറച്ചും കൂടി ഈസി ആയിരിക്കും. നമുക്ക് കുറച്ച് ചെറിയ കഷ്ണങ്ങളായിട്ടാണ് നമുക്ക് വേണ്ടത്. അത് കാരണം ആണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ചോപ്പറിൽ വെച്ച് ഇത് എങ്ങനെയാണ് ഒന്ന് ചോപ്പ് ചെയ്യുന്നത് നോക്കാം. ചെറുതായിട്ടൊന്ന് തിരിച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ കണ്ടോ, നിങ്ങൾ കാണാൻ പറ്റുന്നതാണ്. ഇത് നുറുങ്ങിയിട്ടുണ്ട്. ഞാനൊരു പ്ലേറ്റിലേക്ക് ഇട്ട് കാണിച്ചു തരാം. ഇപ്പോൾ നിങ്ങൾക്ക് അത് ചോപ്പ് ചെയ്ത് കാണാൻ കഴിയും. ചെറിയ പീസസ് ആയിട്ടാണ് ചോപ്പ് ചെയ്തിട്ടുള്ളത്. ഇനി ചോപ്പർ ഇല്ലാത്തവർ എന്താ ചെയ്യുന്നത്, അവർക്ക് വേണമെങ്കിൽ നമ്മുടെ സാധാരണ നൈഫ് ഉപയോഗിച്ചിട്ട് ഒക്കെ ചെറുതായി ചോപ്പ് ചെയ്തെടുക്കാം. അത് നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഷേപ്പിലാണ് നമ്മൾ ഒനിയനൊക്കെ സ്ലൈസ് ചെയ്യുന്നില്ല, ആ സ്ലൈസർ യൂസ് ചെയ്തിട്ടും നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം. ചോപ്പർ തന്നെ വേണമെന്ന് നിർബന്ധമൊന്നും ഇല്ല. ഇനി നമുക്ക് തേങ്ങ, ജീരകവും അതുപോലെ ചുവന്ന ഉള്ളിയും കൂടി ഒന്ന് ചതച്ചെടുക്കാം. ചോപ്പറിലിട്ട് തന്നെയാണ് ഞാനിത് ചതച്ചെടുക്കാൻ വേണ്ടി പോകുന്നത്. തേങ്ങയും ജീരകവും ഉള്ളിയും കൂടി ചതച്ചെടുക്കാൻ വേണ്ടി പോകുന്നത്. പാൻ നന്നായി ചൂടായിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ഏകദേശം 1 ടേബിൾ സ്പൂൺ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിലേക്ക് കടുകൊന്ന് പൊട്ടിയ കടുക് പൊട്ടി വരുന്നുണ്ട്. കടുക് കരിയാതിരിക്കാൻ വേണ്ടി നമുക്ക് തീ കുറച്ച് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. നമ്മുടെ ക്യാബേജ് ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കണം. ലോ ഫ്ലെയിമിലാണ് ഞാനിത് ചെയ്യുന്നത്. ഹൈ ഫ്ലെയിമിലിട്ടാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഒന്ന് ഇളക്കി കൊടുക്കും. ഇതിലേക്ക് 2 പച്ചമുളക് അരിഞ്ഞു കൊടുക്കും. ആവശ്യത്തിന് നമുക്ക് ഉപ്പിട്ട് കൊടുക്കേണ്ടതുണ്ട്. ക്യാബേജ് ഒന്ന് വഴന്നതിന് ശേഷം നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ചിലർ ഇതിൽ മഞ്ഞൾ ചേർക്കാറുണ്ട്. മഞ്ഞൾ ചേർക്കാൻ നല്ലതാണ്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മഞ്ഞൾ ചേർക്കുക. ഞാനിതിൽ മഞ്ഞൾ ചേർത്തിട്ടില്ല. നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം.
പാകത്തിന് ഇട്ട് കൊടുക്കാം. ഞാനൊരു 1/2 ടേബിൾ സ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. നോക്കിയിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇനി ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് എല്ലാ ഭാഗവും നോക്കി ഒന്ന് ആയി വരുമ്പോൾ ഞാൻ ഏകദേശം ഉപ്പൊന്ന് നോക്കട്ടെ. ഇങ്ങനെ ഉപ്പ് എല്ലായിടത്തും ആയി ഒന്ന് നോക്കട്ടെ. ഉപ്പ് കുറച്ച് കുറവാണ്. അപ്പോൾ നമുക്ക് കുറച്ച് ഒരു നുള്ളു കൂടി ഉപ്പിട്ട് കൊടുക്കാം. കാരണം തേങ്ങ ചേർക്കുമ്പോൾ ഇതിൽ ഉപ്പ് തേങ്ങക്കും കൂടി ഉള്ളത് നമ്മൾ ഇതിലിട്ട് കൊടുക്കണം. അത് കാരണമാണ് ഉപ്പ് ഞാൻ കുറച്ചും കൂടി ഇടുന്നത്. ഇത് നല്ല ടേസ്റ്റിയാണ്. ഇനി ലാസ്റ്റായിട്ട് നമുക്കിതിലേക്ക് നേരത്തെ നമ്മൾ ചതച്ച് വെച്ച തേങ്ങയും ജീരകവും അതുപോലെ ചെറിയ ഉള്ളിയുള്ള കൂട്ട് നമുക്കിതിലേക്ക് ചേർക്കാം. ചെറിയ ഉള്ളി വളരെ നല്ലതാണ്. നമ്മൾ എന്തുണ്ടാക്കുന്നതിന് ചെറിയ ഉള്ളി ഇടുകയാണെങ്കിൽ അത് ഒന്ന് ടേസ്റ്റ് കൂട്ടുന്നതാണ്. ഇനി നമ്മൾ നന്നായി ഇളക്കി യോജിപ്പിക്കുക. നിങ്ങൾക്ക് കറിവേപ്പില വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഞാൻ അതിൽ യൂസ് ചെയ്തിട്ടില്ല. കാരണം എൻ്റെ അടുത്ത് കറിവേപ്പില ഇപ്പോൾ ഇവിടെ ഞാൻ പൊടിച്ചു കൊണ്ടുവന്നിട്ടില്ല. അവിടെ ഉണ്ട്, മുറ്റത്തുണ്ട്. പക്ഷെ ഞാൻ അത് എടുക്കാൻ മറന്നുപോയി. ഇത് കാരണമാണ്. ശരിയായി. തേങ്ങയുടെ പച്ചച്ചുവയൊക്കെ ഒന്ന് മാറി ഇതിലേക്ക് ചേർത്ത് അതുവരെ നമ്മൾ ഇളക്കി യോജിപ്പിക്കാൻ നല്ലത്. അല്ലെങ്കിൽ ചിലപ്പോൾ അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. അത് കാരണമാണ് ഞാൻ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം ഇതായി വന്നിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്ന ഒന്നാണത്. നമുക്ക് ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഓക്കെ, ഇതായിട്ടുണ്ട്. ഞാനൊന്ന് ടേസ്റ്റ് നോക്കട്ടെ. നല്ല ടേസ്റ്റ് ഉണ്ട്. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമായിരിക്കും ഇത്. ജീരകത്തിൻ്റെയൊക്കെ നല്ല മണവും നല്ല ചുവയൊക്കെ വരുന്നുണ്ട്. ടേസ്റ്റിയാണ്. ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യാൻ പോകുന്നു. അങ്ങനെ നമ്മുടെ ഈസി പീസി ക്യാബേജ് തോരൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.